നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവകർത്താവേ, ഒരു വിശുദ്ധ ദിവസം കൂടി ഞങ്ങൾക്ക് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ ആരാധിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, വചനം ധ്യാനിക്കുവാൻ തരുന്ന കൃപക്കാടികൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവകർത്താവേ, കൃപകളാൽ നിറയ്ക്കണമേ, ഞങ്ങളോട് കൂടിയിരിക്കണമേ, അർത്ഥവത്തായിട്ടുള്ള കൂട്ടായ്മയിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കിയെ ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. യജമാനൻ വൈകുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വാഞ്ഞിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ, ആമേൻ. തൃത്വത്തിന് സ്തുതി എന്നുള്ള ഭാഗത്തിലെ 4ാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. 4ാമത്തെ പ്രാർത്ഥന.
നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങൾ രക്ഷിതാവായിരിക്കുവാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റി ചിഹ്നിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്യന്മാരാ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ആരാധനയിലേക്കുള്ള പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഒന്നാം പാഠം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 1 മുതൽ 15 വരെ. ഉൽപ്പത്തി 45 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുന്നിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു.
യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോനു പിതാവും അവൻ്റെ ഗൃഹത്തിനെ ഒക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, നിൻ്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിൻ്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതവണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ, ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രയീമിൽ എനിക്ക് മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ഇവിടെ പാഠം അവസാനിക്കുന്നു. സങ്കീർത്തനം 85. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ച് അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു. നിന്റെ ഉഗ്രകോപം നീ വിട്ടു തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ. നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ബോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ. എഫേസ്യർ 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ 22 വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രജന്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി
ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. ഈ ആരാധനയിലേക്ക് എടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പീൻ. The gospel for this service is taken from the Gospel of John, chapter 2, verses starting from 1 to 11. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ.
ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 8-ാം വാക്യം. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ആഴ്ചയിൽ ദൈവമേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനായിട്ടും നോമ്പ് എന്തിനു വേണ്ടി ഞങ്ങൾ ആചരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ആത്മീയ പുതുക്കമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് സംസാരിക്കുന്ന അടിയനോടും കേൾക്കുന്ന നിൻ്റെ മക്കളോടും അവിടുന്ന് മനസ്സലിയണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിലേറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഇടവികാരി ഡോക്ടർ പി കെ കുരുവിള അച്ഛൻ, അനുരൂപ് സാം അച്ഛൻ, സ്നേഹമുള്ള സഭാവിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഉയർപ്പിന് മുൻപ് 7-ാം ഞായറാഴ്ച നോമ്പ്, അനുരഞ്ജനത്തിൻ്റെ കാലം, ലെൻറ്റ്, ദ ടൈം ഓഫ് റികൺസിലേഷൻ. വർഷാവർഷങ്ങളിൽ നാം സഭയായി നോമ്പ് ആചരിക്കുകയും സഭയുടെ പ്രത്യേക കാലഘട്ടമായി ഇതിനെ കാണുകയും ചെയ്യുന്നത് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അത് ദൈവത്തോടും മനുഷ്യനോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ദൈവ പദ്ധതിയിലൂടെയുള്ള യാത്ര തുടരുന്നതിനുള്ള അനുഗ്രഹത്തിൻ്റെ സമയമാണ് നോമ്പ്. ഈ വരുന്ന ബുധനാഴ്ച ചാമ്പൽ ബുധനാഴ്ചയായിട്ടാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത്. സ്വയം ഇല്ലാതായി തീർന്നുകൊണ്ട് നാം ദൈവം സൃഷ്ടിക്കുന്ന ആ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുന്ന അനുഭവമാണ് നോമ്പ്, അല്ലെങ്കിൽ ചാമ്പൽ ബുധനാഴ്ച എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഞായറാഴ്ച ആരാധനയിൽ 2 വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായവും 2 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. നോമ്പ് എന്ന് പറയുന്നത് എന്തിനോടും അനുരഞ്ജനപ്പെടുന്ന ഒരു പ്രക്രിയയല്ല. അനുരഞ്ജനം എന്ന് പറയുമ്പോൾ അത് സത്യത്തോടും നീതിയോടും സമാധാനത്തോടും ക്രിസ്തുവിൻ്റെ മനുഷ്യ പദ്ധതിയെക്കുറിച്ചുള്ള ചിന്തയോടും ചേരുന്നതായിരിക്കണം ഈ അനുരഞ്ജനം. അതാണ് ഇന്ന് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥ പറയുന്ന, ചരിത്രം പറയുന്ന അധ്യായമാണ് 45-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം. ഒരിക്കൽ തൻ്റെ സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന യോസഫിനെ ദൈവം തൻ്റെ കരങ്ങളിലൂടെ മിസ്രയീം ദേശത്ത് വലിയവനാക്കി തീർക്കുകയാണ്. അതിനുശേഷമുണ്ടാകുന്ന ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു കുടുംബ ബന്ധത്തിൻ്റെ കഥയാണ് നാം ഇവിടെ വായിക്കുന്നത്. യോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിയുന്നു. എന്നാൽ സഹോദരന്മാർക്കിത് തങ്ങളുടെ യോസഫാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചോളം യോസഫ് ഇന്ന് അവരുടെ ചിന്തയിലില്ല. അതുകൊണ്ട് തന്നെ യോസഫ് ഇവിടെ ഒരു മുൻകൈ എടുക്കുകയാണ്. യോസഫ് സഹോദരന്മാരെ കാണുമ്പോൾ ഉച്ചത്തിൽ കരയുകയാണ്. ആ കരച്ചിലെന്ന് പറയുന്നത് അഭിനയമല്ല, അനുകരണവുമല്ല, മറിച്ച് അത് സ്വാഭാവികമാണ്. അതാണ് ഒന്നാമതായിട്ട് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അനുരഞ്ജനം ഹൃദയപൂർവമാകണം, അതൊരിക്കലും അഭിനയമാകരുത്. ഇവിടെ യോസഫ് സഹോദരന്മാരോട് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം തൻ്റെ ജീവിതത്തിലും സഹോദരന്മാരുടെ ജീവിതത്തിലും സംഭവിച്ചതൊക്കെ മറക്കാനുള്ളൊരാഹ്വാനമാണ്
അനുരഞ്ജനത്തിനായിട്ട് യോസഫിനെ സഹായിക്കുന്നത്. തൻ്റെ അപ്പനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, സഹോദരന്മാരുടെ ക്ഷേമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, തൻ്റെ ആ കൊട്ടാരത്തിലുള്ളതായ ഭൃത്യന്മാരോടും മിസ്രയീമരായിട്ടുള്ള ആളുകളോടും യോസഫ് തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ, ഇത് തൻ്റെ സഹോദരങ്ങളാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, തൻ്റെ സഹോദരന്മാരിൽ നിന്നുണ്ടായ തീഷ്ണമായിട്ടുള്ള വേദനയുടെ അനുഭവങ്ങളല്ല പങ്കുവയ്ക്കുന്നത്, മറിച്ച് അവരെ കെട്ടിപ്പിടിക്കുകയും സ്നേഹത്തിൻ്റെതായ ഹൃദയപൂർവമായ അനുകരണ മാതൃകയാണ് യോസഫ് നൽകുന്നത്. അതിന് യോസഫിനെ സഹായിക്കുന്നത് സഹോദരന്മാരുടെ തെറ്റ് നിരത്തി വെച്ച് അവരെ ശിക്ഷിക്കുന്ന, വിചാരണ ചെയ്യുന്ന അനുഭവമല്ല, മറിച്ച് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുന്നു. അല്ല എങ്കിൽ യോസഫിന് ക്ഷമിക്കാനായിട്ട് സാധിക്കുകയില്ല. മാനുഷികമായ ഒരു ചിന്തയാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ യോസഫിന് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് യോസഫിന് വേണമെങ്കിൽ അവരെ പരിഹസിക്കാമായിരുന്നു. ഈ വന്നു നിൽക്കുന്നത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കാമായിരുന്നു. ഒരു കാലത്ത് എന്നെ ദ്രോഹിച്ചവരാണ്, എന്നെ പട്ടിണിക്കിട്ടവരാണ്, എന്നെ ഒന്നുമില്ലാതാക്കി കളഞ്ഞവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യോസഫിന് വേണമെങ്കിൽ അവരെ ഒരു വലിയ ഹത്യയിലേക്ക് നയിക്കാമായിരുന്നു. പക്ഷേ യോസഫ് പകരം തന്നിലുള്ള ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. തന്നിലുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്നവന് മാത്രമേ ഹൃദയപൂർവ്വം എല്ലാ കാര്യങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ യോസഫ് പറയുന്നു, ഇനിയും സംവത്സരങ്ങൾ വലിയ ക്ഷാമത്തിനായിട്ടുണ്ട്, എന്നാൽ നിങ്ങളല്ല, ദൈവം എന്നെ ഈ ദേശത്തേക്ക് അയച്ചത്. അതായത് നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം നശിച്ചു പോകാതിരിപ്പാൻ ഈ ദേശത്തേക്ക് ദൈവം എന്നെ അയച്ചത് ഒരു വലിയ പദ്ധതിയായിട്ട് യോസഫ് കാണുകയാണ്. അനുരഞ്ജനത്തിൻ്റെ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലോ ഭാര്യാഭർത്തൃ ബന്ധത്തിലോ അല്ലെങ്കിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിലോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ എവിടെയെങ്കിലും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത സംഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യോസഫ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നീ നിന്നിലുള്ള ദൈവത്തിൻ്റെ ആ ഭാവം നീ വെളിപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് യഥാർത്ഥ അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടും അതിലൂടെ ക്രിസ്തു നിന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ട് എല്ലാവരുമായിട്ടും ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുമെന്ന് യോസഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം ഇവിടെ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗം. വളരെ പരിചിതമായ യേശുവിൻ്റെ ഒന്നാമത്തെ അത്ഭുതം വിവരിക്കുന്ന, യേശു ദൈവപുത്രനാണെന്ന് ലോകത്തിന് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ. ഇവിടെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അനുരഞ്ജനം ക്രിസ്തുവിൻ്റെ അത്ഭുതമായി തീരണം. അനുരഞ്ജനം ക്രിസ്തുവിൻ്റെ അത്ഭുതമായി തീരണം. ഒരു കല്യാണ ഭവനത്തിനുണ്ടാകുന്ന ഒരു വലിയ പോരായ്മയുടെ കഥയാണ് ഇവിടെ വീണ്ടും യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ യേശുവുണ്ടായിരുന്നു, മറിയയുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു, ക്ഷണിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഒരുപക്ഷെ യേശുവിന് സ്വയം പേരെടുക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും തക്കതായ ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ യേശു ഇവിടെ ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, വെള്ളം വീഞ്ഞാക്കി അത് ദൈവപുത്രന് വേണമെങ്കിൽ വീഞ്ഞു തന്നെ കൊടുക്കാമായിരുന്നു, വെള്ളത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കുവാനുള്ളൊരവസരമുണ്ടായിരുന്നിട്ടും അങ്ങനെ താൻ പേരെടുക്കാൻ ശ്രമിച്ചാൽ ആ ഭവനത്തിലുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ബോധ്യവാനായ കർത്താവ് അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്ത് ആ ഭവനത്തിലുള്ള മറ്റാരും അറിയാതെ അവിടുത്തെ ന്യൂനത പരിഹരിക്കുക. ഇതാണ് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന സത്യമായിട്ടുള്ള ഒരു കാര്യം. അനുരഞ്ജനം എന്ന് പറയുമ്പോൾ നമുക്ക്
ചില കാര്യങ്ങളുമായിട്ട് സമവായപ്പെടുക എന്നുള്ളതല്ല. ഇന്നിപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ്റെ കാലഘട്ടമാണ്. ആളുകൾ അന്യോന്യം പാർട്ടി മാറുന്നു, കാലം മാറുന്നു, പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാകുന്നു. അവിടെയൊക്കെ അനുരഞ്ജനമുണ്ട്. അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ നീ എനിക്ക് ഇത്ര സീറ്റ് തരണം, അല്ലെങ്കിൽ ആ മണ്ഡലം എനിക്ക് തരണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥാനം നൽകിയാൽ ഞാൻ നിന്നോടുകൂടെ സമരഞ്ജസപ്പെട്ടുകൊണ്ട് ഒരു ശക്തിയായിട്ട് നമുക്ക് മാറാമെന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രക്രിയകളാണ് നമ്മളിവിടെ കാണുന്നത്. അത് ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളോട് അനുരഞ്ജനപ്പെടുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് നാം ദൂരെ പോവുകയാണ്. അതാണ് നമ്മുടെ വലിയ വീഴ്ച എന്ന് പറയുന്നത്. എന്നാൽ അനുരഞ്ജനം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അത്ഭുതമായിട്ട് മാറണം. ഇവിടെ മറിയ യേശുവിനോട് പറയുന്നു, ഈ ഭവനത്തിൽ ഒരു വലിയ പ്രയാസമുണ്ട്. എന്നാൽ അവിടെ യേശു ആ പ്രയാസത്തിൻ്റെ മധ്യേ അവിടെയുള്ള ആളുകളെല്ലാം കൂട്ടി വരുത്തുവാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ പോരായ്മകളെ വെളിപ്പെടുത്തി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിച്ചില്ല, ആളുകളെ വിളിക്കുമ്പോൾ അത് കരുതേണ്ടയോ എന്നൊക്കെ ചോദിച്ച് അല്പം ശബ്ദമുണ്ടാക്കി ആളുകളെ കൂട്ടാൻ പറ്റുന്ന അവസരമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണല്ലോ. ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിൽ അത് മറ്റാരുമില്ലാത്ത സമയത്ത് തന്നെ അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധ്യതകളുണ്ടെങ്കിൽ പോലും ശബ്ദമുണ്ടാക്കി ഫ്ലെക്സ് അടിച്ച് ആളുകളെ കൂട്ടി അതിൽ നിന്നും പേരെടുക്കുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ നേതാക്കന്മാർക്ക് യേശു വലിയൊരു മാതൃകയാണ്. അവിടെ പറയുന്നു, വിരുന്നുവാഴിയല്ലാതെ മറ്റാരും അറിഞ്ഞില്ല എന്ന്. അനുരഞ്ജനപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമം വെളിപ്പെടുമ്പോൾ, കർത്താവിൻ്റെ അത്ഭുതം അവിടെ നടക്കുമ്പോൾ മറ്റാർക്കും അവിടെ പേരെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രം പേരെടുക്കുവാൻ കഴിയുമ്പോൾ യഥാർത്ഥ അനുരഞ്ജനം സംഭവിക്കുകയും ആ ഭവനം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. എന്താണ് രക്ഷ എന്ന് പറയുന്നത്? അവർക്ക് നഷ്ടപ്പെടാനുണ്ടായിരുന്ന ഒന്ന് അവർക്ക് രക്ഷപ്പെടുകയാണ്. അതായത് അവരുടെ സൽപ്പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. ഇവിടെ യോസഫിൻ്റെ കഥയിലും വേണമെങ്കിൽ യോസഫിന് പേരെടുക്കാമായിരുന്നു. ഒരുപക്ഷേ കുറേ സമയം കഴിഞ്ഞ് വിചാരണയൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നാം വായിക്കുന്നത് ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന യോസഫിനെയാണ്. അവിടെ ആ അനുരഞ്ജനമാണ് യഥാർത്ഥ അനുരഞ്ജനം എന്ന് പറയുന്നത്. ഇന്ന് സഭ നമുക്ക് ലോകത്തിന് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ മാതൃകയും അതുതന്നെ ആയിരിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സഭകളിലേക്കൊക്കെ നോക്കുക, ഓരോ ഡിനോമിനേഷനുകളിലേക്ക് നോക്കുക. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കാതെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ പോയി നിന്നുകൊണ്ട് സമരഞ്ജസപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ അത്ഭുതവും ഉണ്ടാകുന്നില്ല, അടയാളവും ഉണ്ടാകുന്നില്ല, അത് ഹൃദയപൂർവ്വമാകുന്നില്ല. മറിച്ച് അത് പോലീസിനും പട്ടാളത്തിനും അതോടൊപ്പം തന്നെ കോടതികൾക്കും കയറിയിറങ്ങുവാനായിട്ടും ദൈവനാമത്തെ തുച്ഛീകരിക്കുവാനുമുള്ള ഒരനുഭവമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വം എടുക്കണമെങ്കിൽ നോമ്പ് യഥാർത്ഥ അനുരഞ്ജനത്തിൻ്റെ അനുഭവമായി തീരണം. അത് ഹൃദയത്തിൽ നിന്നുണ്ടാകണം, അത് സ്വാഭാവികമാകണം. മാത്രമല്ല, അനുരഞ്ജനം ക്രിസ്തുവിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളമായിട്ട് മാറണം. അവിടെ സ്വയമില്ലാതായി തീർന്നുകൊണ്ട് എനിക്ക് പേരെടുക്കുവാനായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അനുഭവമായി തീരുവാൻ ആ സന്ദർഭം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവനാമമഹത്വം എടുക്കുവാനായി ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങളുടെ പോരായ്മകളിൽ ഞങ്ങൾ സ്വയമായിട്ട് തീരുന്ന അനുഭവമായി തീരുവാനായിട്ട് അല്ല, മറിച്ച് സ്വയം ഇല്ലാതായി കൊണ്ടുകൊണ്ട് കർത്താവെ ചാമ്പലൻ്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ട് ആ ഒരു ചാരമായി തീർന്നുകൊണ്ട് ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണായി തീർന്ന് വീണ്ടും രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഒന്ന് റീമോൾഡ് ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കും. നമ്മളുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ പ്രഖ്യാപിക്കുവാൻ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, ദി അപ്പോസ്റ്റൽസ് ക്രീഡ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട്
ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാർ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ, അവിടുത്തെ ആത്മാവോടുകൂടിയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂവിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഉയർപ്പിന് മുൻപ് 7-ാം ഞായർ, നൊയമ്പ്, അനുരജ്ഞനത്തിൻ്റെ കാലം, ലെൻഡ്, എ ടൈം ഓഫ് റീകൺസിലിയേഷൻ. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപാലുവായ ദൈവമേ, മനുഷ്യനിർമ്മിതമായ വേലിക്കെട്ടുകളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിന്നോടും സർവ്വജനത്തോടും സർവ്വസൃഷ്ടിയോടും നിരപ്പ് പ്രാപിക്കുവാനുള്ള സന്മനസ്സും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോടും സകല സൃഷ്ടിയോടുമുള്ള നിന്റെ അനുരജ്ഞനത്തിൻ്റെ അടയാളമായ ക്രിസ്തുവിൻ്റെ കുരിശിനെ നവവീക്ഷണത്തോടെ ദർശിക്കുവാൻ നോമ്പ് കാലയളവ് സഹായിക്കുവേണമേ. വിശ്വാസയാത്രയിൽ നിന്റെ അനുരജ്ഞനത്തിൻ്റെ നീരുറവുകളാകുവാൻ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ആരാധനയിൽ അവിടോടിയായി പങ്കുചേരുന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ച സഭയുടെ ആദ്യബല സ്തോത്ര ആരാധന ദിവസമായിട്ട് ആചരിക്കുകയാണ്. ആ ദിവസം രാവിലെ 8 മണിക്ക് അസൻഷൻ ദേവാലയത്തിനായ സ്തോത്ര ആരാധനയിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയും അനുഷ്ഠിക്കപ്പെടുന്നതാണ്. ആദ്യബല സമർപ്പണത്തിനായ കവറുകൾ എല്ലാ ഭവനങ്ങളിലും ഇതിനോടകം എത്തിച്ചിട്ടുണ്ടെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നവർ ആരാധന മധ്യയും അല്ലാതെയുള്ളവർ വരും ഞായറാഴ്ചകളിലോ ഓഫീസിലോ എത്തിക്കുവാനായി ക്രമീകരണം ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആദ്യബല സാധന ലേലവും ഈ വർഷത്തെ സാഹചര്യമനുസരിച്ച് പരിമിതപ്പെടുത്തുകയാണല്ലോ. സാധന ലേലത്തിനും അവസരമുണ്ട്. സാധനങ്ങൾ അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരുമ്പോഴോ നൽകുവാനായിട്ടും അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ അംശം ആനുപാതികമായി നൽകി ഈ വർഷത്തെ ആദ്യബല സ്തോത്ര ആരാധന പങ്കുചേരുവാനായി ദൈവനാമത്തിൽ ഏവരോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചും പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും പ്രാപ്തിയിൽ കവിഞ്ഞു നൽകി ദൈവനാമത്തിൻ്റെ മഹത്വം കൊടുക്കാനായി ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് ആരാധനയ്ക്ക് ശേഷം മുൻ വികാരിമാരായ വെറി റവൻ ഡാനിയൽ ജോർജനും കുടുംബത്തിനും ലിനോസ് ജോണച്ചനും കുടുംബത്തിനും സമുചിതമായ യാത്രയപ്പ് നൽകപ്പെടുന്നതാണ്. അവരുടെ സൗകര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫെബ്രുവരി അവസാന ഞായറാഴ്ച 7 നില ഞായറാഴ്ചയായി ആചരിക്കുകയാണല്ലോ. അന്നേ ദിവസം സ്ഥിരീകരണ ശുശ്രൂഷയും ബിഷപ്പ് സാബുക്ക് ചെറിയാനുള്ളതായ സ്വീകരണവും നൽകപ്പെടുന്നതാണ്. സ്ഥിരീകരണ ശുശ്രൂഷ
2 ആരാധനയായിട്ടാണ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രാവിലെ 7:15 തുടർന്ന് 10:15 ആരാധനയിൽ സ്ത്രീഗണ സ്ഥാനാർത്ഥികളെ അഭിമന്യ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ സ്ത്രീഗണ ശുശ്രൂഷയോടുകൂടി സഭയുടെ പൂർണ്ണ അംഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. പ്രാർത്ഥനാപൂർവം കോവിഡ് നിബന്ധനകൾ പാലിച്ച് അതിൽ പങ്കെടുക്കുവാനായി സ്ത്രീഗണ സ്ഥാനാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഓർപ്പിക്കുന്നു. ഒരു സ്ത്രീഗണ സ്ഥാനാർത്ഥിയും അവരുടെ മാതാപിതാക്കൾ മാത്രമേ പങ്കെടുക്കുവാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കി കോവിഡ് നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ച് ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾ ക്രമമായി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതും വളരെ ഗൗരവത്തോട് ഇതിനെ കണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് ഇടയാകണമെന്നും വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അന്നേ ദിവസം സേവനനിലയ ഞായറാഴ്ചയായി ആചരിക്കുകയാണല്ലോ. ഫെബ്രുവരി 23 സേവനനിലയം ദിനമാണല്ലോ. ഫെബ്രുവരി 23 രാവിലെ 7:30 സ്തോത്ര ആരാധന സേവനനിലയം ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. 28 ഞായറാഴ്ച അസൻഷൻ ദേവാലയത്തിൽ സേവനനിലയം ഞായറാഴ്ച ആചരിക്കുകയും അന്നേ ദിവസത്തെ കവർ പിരിവ്, സമർപ്പണ കവർ പിരിവ് അതിൻ്റെ ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നതുമാണ്. എല്ലാ ഭവനങ്ങളിലും സേവനനിലയം ഞായറാഴ്ചയുടെ കവറുകളും എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിലേക്കും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അന്ന് രണ്ടാമത്തെ ആരാധന ശേഷം മഹാഡയുടെ 13ാമത് ബിഷപ്പായി സ്ഥാനാഭിഷേകം ചെയ്യപ്പെട്ടതായ ബിഷപ്പ് ഡോക്ടർ സാബു കെ ചെറിയാനും കൊച്ചമ്മയ്ക്കും സമുചിതമായി സ്വീകരണവും നൽകപ്പെടുന്നതാണ്. പ്രാർത്ഥനാപൂർവം ഇതിൽ പങ്കുചേരുവാനായി നമ്മുടെ കോവിഡ് നിബന്ധനകളനുസരിച്ച് പങ്കുചേരുവാനായിട്ട് ശുശ്രൂഷാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാനായിട്ടും ഏവരെയും അറിയിക്കുകയും ചെയ്തു. സ്ത്രീഗണ സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വളരെ ഗൗരവമായി ഇതിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. ക്ലാസ്സുകൾ മുടങ്ങാതെ പങ്കെടുക്കുകയും പഠിപ്പിക്കുന്ന പാഠങ്ങൾ ക്രമമായി പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ കൺഫർമേഷൻ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ സഹിതം മടക്കി നൽകാനുള്ളവർ ദയവായിട്ട് ഇന്ന് ക്ലാസ്സിന് വരുമ്പോൾ നൽകണമെന്ന് ഓർപ്പിക്കുന്നു. ബിഷപ്പിൻ്റെ ലിസ്റ്റ് അയക്കേണ്ടതാകിയാൽ ഇനിയും അതിൽ താമസിക്കരുതെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. 2020-2021 ചർച്ച് കമ്മിറ്റിയുടെ അംഗീകാരം അഭിമന്യ ബിഷപ്പിൽ നിന്ന് ലഭിച്ചു. ഇന്ന് ആരാധന മധ്യേ അവരെ പ്രതിഷ്ഠിച്ച് വേർതിരിച്ചു. ചൊവ്വാഴ്ച 4:30 മണിക്ക് സംയുക്ത കമ്മിറ്റിയും 2017-20 കമ്മിറ്റിയും 2021 കമ്മിറ്റിയും ഒരുമിച്ച് കൂടുകയും തുടർന്ന് 2020-21 ചർച്ച് കമ്മിറ്റി കൂടുന്നതുമാണെന്ന് ഏവരെയും അറിയിക്കുകയും ചെയ്യുന്നു. 17-ാം തീയതി ബുധനാഴ്ച, ചാമ്പൽ ബുധനാഴ്ചയാണല്ലോ. വിശുദ്ധ നോയമ്പ് ആചരണം അവിടെ ആരംഭിക്കുകയാണല്ലോ. അന്ന് രാവിലെ 7:30 മൗണ്ട് ചാപ്പലിലും വൈകിട്ട് 6 മണിക്ക് അസൻഷൻ പള്ളി വെച്ചും വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടെ ആരാധന നടത്തപ്പെടുന്നതാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഓർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 6 മണിക്ക് അസൻഷൻ പള്ളി വെച്ച് നോയമ്പ് ആരാധനയും വേദപഠനവും നടത്തപ്പെടുന്നതാണ്. ഇടവക ദൂതൻ പ്രസിദ്ധീകരിച്ചത് സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ലഭിച്ചു കാണുമല്ലോ. എൻ്റെ ഹാർഡ് കോപ്പി ദേവാലയത്തിൽ ലഭ്യമാണ്. പള്ളിയിൽ വരുന്നവർക്കത് എടുക്കാവുന്നതാണെന്നും അറിയിക്കുകയും ചെയ്തു. കാക്കനാട്ട് ശ്രീ അനീഷ് ജോസഫിൻ്റെ ഭാര്യ സുജ അനീഷ് 11-ാം തീയതി നിര്യാതയായി. സംസ്കാരം ഇന്നലെ കത്തീഡ്രൽ സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. കൈതയിൽ തോമസ് കോശി നിര്യാതനായി. ശവസംസ്കാരം ഇന്നലെ വെള്ളിയാഴ്ച. കൊല്ലാട് CSI പള്ളി നടത്തുവാനായി ഇടയായി. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ എക്സാമിനേഷൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് നടത്തപ്പെടുകയാണ്. പരീക്ഷ എഴുതേണ്ട കുട്ടികൾ 1:45 പള്ളിയിൽ റിപ്പോർട്ട് ചെയ്യണം. 2 മണി മുതൽ 3:30 മണി വരെ സൺഡേ സ്കൂൾ എക്സാമിനേഷൻ
പള്ളിയിൽ നടത്തപ്പെടുന്നതാണ്. തുടർന്ന് സ്ഥിരീകരണ ക്ലാസ്സുകളും നടത്തപ്പെടുന്നതാണെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മാർച്ച് ആദ്യ ഞായറാഴ്ച മഹാടവ സ്ത്രീദിന ഞായറാഴ്ച ആചരിക്കുകയാണ്. സ്ത്രീദിന സഖ്യ അംഗങ്ങൾ അന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥനാപൂർവ്വം അതിൽ പങ്കെടുക്കുവാനായിട്ടും സ്ത്രീദിന സഖ്യ ഞായർ കവർ സമർപ്പിക്കുവാനായിട്ടും എവരെയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഫെബ്രുവരി 8 മുതൽ 14 വരെ പിറന്നാൾ വിവാഹ വാർഷികാചരണ പേര് വായിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകം സഭയായി പ്രാർത്ഥിക്കുന്നതാണ്. ആനി കൊരള പുളിമൂട്ടിൽ, സുശീൽ മാണി അലക്സ് ഇറക്കത്തിൽ, ഐരൺ ജോർജ് കെ കൊച്ചുകള്ളീക്കൽ, അനു ജോൺ മാഡവന, ജെനിഫർ ആൻഡ് ജെയിംസ് പ്ലാപ്പറമ്പിൽ, ഓമന സോണി ചിറയിൽ വടക്കേ കുട്ടിയിൽ, റോയ് തോമസ് ഉമ്മൻ മധുരഞ്ചേരിൽ, റൂബ കെ അനീഷ് കോയിക്കൽ, അരുൺ എ എലിയാസ് തടത്തിൽ, അമിത് എബ്രഹാം ജേക്കബ് മഴുക്കാട്ട്, കിരൺ കുര്യൻ തോമസ് പാറക്കൽ, മഞ്ജു സന്തോഷ് തടത്തിൽ, വിൻസി വി പി നടുത്തെക്കേനയിൽ, ഏഞ്ചല ആൻ ജോർജ് കൈതത്തറ, തങ്കമ്മ ചെറിയാൻ കോയിക്കൽ, അബിൻ ചാക്കോ കൊട്ടാരത്തിൽ, ജോസഫ് ജോൺ വേങ്ങശ്ശേരിൽ, അജിത് ജേക്കബ് ജോൺ ചോയ്പ്പുറത്ത്, സേറ ചാണ്ടി മറ്റീത്ര, മാത്യു ജോൺ കൊച്ചുവീട്ടിൽ, അഖിൽ മാത്യു സക്കറിയ പള്ളിവാതിക്കൽ, മിത്ര ചെറിയാൻ ജേക്കബ് പുളിക്കൽ, എബി വർഗീസ് കൊട്ടാരത്തിൽ, ലിജു കുര്യൻ ആലമൂട്ടിൽ, ക്രിസ്റ്റിയസ് മാത്യു വലിയ തോട്ടത്തിൽ, അനന്യ സൂസൻ ഏലിയാസ് തടത്തിൽ, വർഗീസ് മാത്യു തെച്ചിവടശ്ശേരിയിൽ, ഏബൽ രാജേഷ് തോമസ് ഇറക്കത്തിൽ, അലൻ പോൾ റോജി ആഞ്ഞിലിമൂട്ടിൽ. വിവാഹവാർഷികം ആചരിച്ചവർ ജേക്കബ് എബ്രഹാം ആൻഡ് സിന്ധു ജേക്കബ് മഴുക്കാട്ട്, ഡോക്ടർ മാത്യു കെ വർഗീസ് ആൻഡ് ബിനു മാത്യു കണ്ണങ്കര, കോശി കോശി ആൻഡ് രഞ്ജിനി കോശി വേങ്ങശ്ശേരിൽ, വിജി വർഗീസ് ആൻഡ് ഷീന വർഗീസ് പെരുങ്കുഴി വിജി വില്ല, പിയ വർഗീസ് ആൻഡ് സൂസമ വർഗീസ് പെരുങ്കുഴി വിജി വില്ല, ടിങ്കു ജോസഫ് ആൻഡ് ഐറീൻ ടിങ്കു പുതുപ്പറമ്പിൽ സിതാര ഗാർഡൻസ്, കിഷോർ ടി ജോർജ് ആൻഡ് ജെറിൻ ജോൺ തേങ്കല്ലുങ്കൽ SH മൗണ്ട്, മാത്യു സി തോമസ് ആൻഡ് സ്വാമി തോമസ് ചിറയിൽ, സാബു ജോൺസൺ ആൻഡ് ഷീബ പോൾ കുമ്പളശ്ശേരിൽ, തോമസ് കുര്യൻ ആൻഡ് സാലി തോമസ് പ്ലാപ്പറമ്പിൽ, PM സാമുവൽ ആൻഡ് ലീലാമ സാമുവൽ പുത്തൻപുരയ്ക്കൽ, സനോജ് മാത്യു ജോർജ് ആൻഡ് ജോസ് പി സനോസ് തടത്തിൽ, ആൻഡ് വിവേക് മാത്യു രാജു ആൻഡ് ജിഷ്യ യുജൈൻ പുളിക്കൽ കുടിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ ഹവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹവേ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നളിച്ചതയുമായ കർത്താവേ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനാഴ്ചയിലെ പ്രിയമക്കളെയും ഓർത്ത് സ്തോത്രം. കുടുംബജീവിതദോഷക്കാലം പരിവാഴ്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന രൂപയ്ക്കായി സ്തോത്രം. അവരുടെ ജന്മദിനം ആചരിപ്പാനായി വിവാഹവാർഷിക ആചരിപ്പാനായി പ്രിയക്കളെ സഹായിച്ചല്ലോ. അവിടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ കഥലാൽ കാത്തു പരിപാലിപ്പാൻ ഇടയായല്ലോ കർത്താവേ. പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രയാസത്തിൻ്റെ ഭക്ഷ്യത്തിലും മക്കളെ കാത്തു പരിപാലിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഇന്നയോളം പരിപാലിച്ച ദൈവം ഇത്രത്തോളം സഹായിച്ചിടത്തോളം ആശ്രയിപ്പതിന് മക്കളെ അടിയങ്ങളെ സഹായിക്കണം.
സഫിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നനാഥ, ഇവരായിരിക്കുന്ന ജീവിത സ്ഥാനങ്ങളിൽ നിത്യത്തിൻ്റെ കതിലും കാവലും പങ്കെടുത്ത് മക്കളെ യോഗ്യരാക്കണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ജന്മദിനം കൊണ്ടാടിയവരോടും വിവാഹവാർഷികം ആചരിച്ചവരോടും ഇപ്പോഴും എപ്പോഴിരിക്കുമാറാകട്ടെ. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഈ നിമിഷം വരെയും ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന പട്ടക്കാർ, ചേർച്ച് കമ്മിറ്റി, സംഘടനാ ഭാരവാഹികൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നമ്മുടെ അറിവിലും അല്ലാതെയും ആയിരിക്കുന്ന രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആശുപത്രികളും ഭവനങ്ങളും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ആശ്വാസം, സൗഖ്യം, സമാധാനം എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ഒരു വിശ്വാസ സമൂഹമായി നമുക്ക് നിൽപ്പാൻ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു മഹാമാരിയെ അതിജീവിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിപ്പാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹാടവയുടെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ബിഷപ്പ്, പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, അൽമായർ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലുമല്ലാതെയും പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടി ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതര സഭാ കൂട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുമായിട്ട് ഐക്യതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സ്വകാര്യമായുള്ള ആവശ്യങ്ങളെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഫലമേൽപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സർവ്വനന്മയ്ക്കായിട്ടും ആത്മകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചു വിടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ ആചരണം കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകർമ്മങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സർവബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നുവല്ലോ. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ കർത്താവെ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന് പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. ആമേൻ.
ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നീ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പല കാരണങ്ങളാൽ ഇന്ന് പങ്കെടുക്കുവാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധനയിൽ വന്നുപോയ കുറവുകളൊക്കെയും ക്ഷമിക്കണമേ, ഒന്നും കണക്കിടരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പിരിയുന്നെങ്കിലും പിരിയാത്ത സാന്നിധ്യങ്ങളോട് കൂടിയിരിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾ ഒരിക്കലും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും, നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും, നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.